നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലും നോർവേയും തമ്മിലുള്ള കളിയിൽ ബ്രസീൽ 2-1 പൊട്ടി പുറത്തായല്ലോ. കളിയിൽ നെയ്മർ ആദ്യമേ ഇറങ്ങിയിരുന്നെങ്കിൽ, ആദ്യ പെനാൽറ്റി നെയ്മർ എടുത്തിരുന്നെങ്കിൽ എന്നൊരു ചർച്ചയൊക്കെ വ്യാപകമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതങ്ങനെ നടന്നോട്ടെ. പക്ഷേ രണ്ടാമത്തെ പെനാൽറ്റി നെയ്മർ ജൂനിയർ അനായാസം വലയിലേക്ക് എത്തിച്ചല്ലോ. അത് നോർവേ GKയെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. പക്ഷേ ആദ്യ പെനാൽറ്റി ബ്രൂണോ ഗുയിമാരസിൻ്റെത് തടഞ്ഞ നോർവേ ഗോൾ കീപ്പർ നെയ്ലൻഡ് വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. രണ്ടാമത്തെ പെനാൽറ്റിയുടെ സമയത്ത് നെയ്മറോട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നെയ്മർ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. ഗോൾ അടിച്ചതിന് ശേഷം നെയ്മർ അയാളോട് പോയി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്, എന്ത് സംഭാഷണമാണ് അവിടെ നടന്നത്, അതിപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ബ്രസീലിന് പെനാൽറ്റി കൊടുത്തപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ബ്രസീലിയൻ താരങ്ങൾ ആ ബോളിനടുത്ത് നിൽക്കുമ്പം ഇയാൾ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. സൺ ഓഫ് എ എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് നെയ്മർ ജൂനിയർ ബോളെടുത്ത് സ്പോട്ടിൽ വെക്കുന്നു. നെയ്മർ പെനാൽറ്റി കിക്കിന് വേണ്ടി റെഡിയാകുന്ന സമയത്ത് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അയാളിങ്ങനെ നെയ്മറെ നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ തടയാൻ പോവുകയാണ്, ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് യു, നിന്റെ ഷോട്ട് ഞാൻ തടയും, നിന്റെ ഷോട്ട് ഞാൻ തടയുമെന്ന് തുടരെ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. നെയ്മർ അപ്പോൾ ആർ യു ഷുവർ എന്ന് നെയ്മർ തിരിച്ചു ചോദിച്ചു. നിനക്ക് എത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ദെൻ നെയ്മർ തിരികെ ആ ഒരു പ്രൊവോക്കേഷൻ നടത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് തടയണമെങ്കിൽ ഏത് സൈഡിക്കാൻ ഞാൻ അടിച്ചു തരേണ്ടതെന്ന് നെയ്മർ ചോദിച്ചു. വേർ ഡു യു വാണ്ട് മീ ടു ഷോട്ട്, എങ്ങോട്ട് ഞാൻ അടിക്കണം, എവിടെ അടിച്ചാൽ നീ തടയും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ദെൻ നെയ്മർ വളരെ അനായാസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായ ശൈലിയിൽ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചു. ദെൻ നെയ്ലൻഡിന് നേരെ നെയ്മർ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നോട്ട് വിത്ത് മീ, ഈ കളി എൻ്റെ നേരെ വേണ്ട, നോട്ട് വിത്ത് മീ, എൻ്റെ നേരെ നിൻ്റെ ഈ അടവുകൾ എടുക്കണ്ട നെയ്മർ പറയണ്ടായി. അപ്പം നെയ്ലൻഡ് ചിരിച്ചുകൊണ്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. റഫറി വന്ന് പിന്നെ അവരെ പ്രശ്നത്തിലേക്ക് പോവാതെ തടയുകയും ചെയ്തു. ഏതായാലും അതാണ് അവിടെ സംഭവിച്ചത്. നെയ്മർക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട് പെനാൽറ്റി എടുക്കുമ്പോഴും മറ്റുമൊക്കെ. അതാണ് ഗോൾ കീപ്പറുടെ പ്രൊവോക്കേഷൻ തിരിച്ചും പ്രൊവോക്ക് ചെയ്ത് കയറ്റിയത്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോൾ കീപ്പർ ഇങ്ങോട്ട് താരങ്ങളെ പ്രൊവോക്ക് ചെയ്യും, പക്ഷേ തിരിച്ചങ്ങോട്ട് താരങ്ങൾ തങ്ങളുടെ കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് വിചാരിച്ച് മിണ്ടാൻ നിൽക്കുക ചെയ്യുക, കിക്ക് എടുക്കുന്ന ആൾ. പക്ഷെ നെയ്മർക്ക് തൻ്റെ പെനാൽറ്റി മികവിൽ അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് തിരിച്ചും പ്രൊവോക്ക് ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് ഗോൾ അടിച്ചിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇക്കളി എന്നോട് വേണ്ട, നോട്ട് വിത്ത് മീ, എൻ്റെ നേരെ ഇത് എടുക്കണ്ട എന്നും പറഞ്ഞു. നെയ്മർ തൻ്റെ പെനാൽറ്റി മികവാണ് അവിടെ കാണിച്ചത്. ശരിക്കും ബ്രസീൽ നെയ്മറെ പോലൊരു താരത്തെയാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ മിസ് ചെയ്തത്. കാരണം പെനാൽറ്റി എടുക്കാനും അതുപോലെ കോർണർ എടുക്കാനും ഫ്രീ കിക്ക് എടുക്കാനും ഒന്നും ബ്രസീലിയൻ നിരയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ വേൾഡ് കപ്പിൽ അവർ നേരിട്ട ഏറ്റവും സുപ്രധാനമായ പ്രശ്നം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.